നടിപ്പ് ചക്രവർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ദുൽഖർ സൽമാൻ എനിക്ക് കാണാൻ പറ്റിയില്ല ഈ സിനിമയിൽ. അതിഭീകര പെർഫോമൻസ് സിനിമയുടെ ട്രെയിലറിൽ പറഞ്ഞ പോലെ തന്നെ നടിപ്പ് ചക്രവർത്തി. ഗംഭീര പെർഫോമൻസ്. നമുക്കൊന്നും പറയാനല്ല. ജീവിച്ചിരിക്കുന്നവരാലും ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നവരും ജീവിതത്തിൽ അഭിനയിക്കുന്നവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് വലിയൊരു ഫീലിംഗിൽ ഈ സിനിമ കൊണ്ടുപോയി പടം. എല്ലാവരും ഈ സിനിമ കാണണം. പ്രത്യേകിച്ച് പറയാനുള്ളത് സിനിമയിൽ അഭിനയിക്കുന്നവരും ജീവിതത്തിൽ അഭിനയിക്കുന്നവരും ഈ സിനിമ കണ്ടിരിക്കുന്നവരുള്ളതാണ്. ഗംഭീരം സിനിമ. ദുൽഖർന്ന് പറഞ്ഞൊരു ആക്ടറിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇമ്പ്രൂവ് കാണുമ്പോൾ എത്രത്തോളം നന്നായിട്ടുണ്ട്. ആക്ട്രസൊക്കെ ആണെങ്കിലും അത് ഗംഭീരമായിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് നാഷണൽ അവാർഡിൻ്റെ സ്റ്റേറ്റ് അവാർഡ് ഇപ്രാവശ്യം 2025 2 അവാർഡ് ദുൽഖർ സൽമാൻ. അപ്പോൾ അതൊരു പെർഫോമൻസാണ് ശരിക്കും ദുൽഖർ സൽമാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് സ്റ്റാൻഡപ്പ് സാധനം തന്നെയാണ്. സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ഇതിലായിട്ടുണ്ട്. എല്ലാവരും കണ്ടിരുന്ന ആൾക്കാരൊക്കെ അതിനെ പറയണേ. ദുൽഖർ സൽമാൻ ശരിക്കും ആ പെർഫോമൻസിൻ്റെ കേസിൽ ഉലകനായ കമലഹാസനിലൊക്കെ നമുക്കതിനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഇത് തള്ളനായി കണക്കൂട്ടില്ല. പക്ഷേ പടം കാണുന്ന പ്രേക്ഷകരൊക്കെ തന്നെ ഇതന്നെ ആയിരിക്കും. നമ്മൾ ആ ഒരു ദുൽഖറിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന പൊളിച്ചടക്കിയെന്നുള്ളതാണ് പെർഫോമൻസ് ഇതിലായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സിനിമ കാന്ത? നല്ല പടമാണ്. ദുൽഖർ ഇതിനെക്കാട്ടും നല്ല ഈ സിനിമ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ക്യാരക്ടറാണ് ദുൽഖറും. പിന്നെ അതുമല്ലാണ്ട് നായികയും പിന്നെ നായികയും ആ സഹനായികയും എല്ലാവരും നല്ല രീതിയിലുണ്ട്. നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് നായികയാണോ രണ്ടാമത്തെ നായികയാണോ ഇഷ്ടമായത്? അതിൽ 2 നായികമാരുണ്ടല്ലോ ദുൽഖറിന്. ലൈക്ക് നമ്മൾ പൊതുവെ ഒരു നായികനെ കണ്ടു, പക്ഷേ എങ്കിൽ പ്രൊമോഷനൊക്കെ ഒരു നായികനെ കണ്ടു. ഇപ്പോൾ 2 നായികമാരുണ്ട്. ലൈക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? നിങ്ങൾക്ക് ആരെയാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ ഒരു ഫേവറേറ്റ് ചോയ്സ് ഉണ്ടാവുമല്ലോ. രണ്ടാമത് അടിപൊളി. എനിവേസ് അടിപൊളി. സിനിമ എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. ആണോ? ഓക്കെ ശരി. അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ തെലുഗു വലിയ സ്റ്റാറാണ്. നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് ആക്ച്വലി. പക്ഷെ